പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ അതെ ശരണ്യ വീട്ടിൽ നിന്ന് വന്നപ്പോ ഒരു ചക്കയായിട്ടാണ് വന്നത്. അപ്പൊ ഞങ്ങള് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇന്നലെ വന്നു. ഞായറാഴ്ച വന്നു. അപ്പൊ 2 ദിവസമായല്ലേ? ഞായറാഴ്ച വന്നു. അപ്പൊ അതെ ശരണ്യ ഒരു ചക്കയായിട്ടാ പോകുന്നത്. വലിയ ചക്കയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ കൊണ്ടുവരാനാ? ഇതെല്ലാം ഞങ്ങള് 2 വീലറിലാണല്ലോ പോയത്. അപ്പൊ അത് കാരണം കൊണ്ടുവരാനൊക്കെ പാടായിരുന്നു. എല്ലാവർക്കും അവിടെ നിന്ന് വന്നപ്പോ ഈ ഒരു കുഞ്ഞു ചക്കയായിട്ടാണ്. അതുകൊണ്ടല്ല കേട്ടോ 2 വീലറെ വരാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾ തരുന്ന കമന്റൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടതാണ് അല്ലേ ശരണ്യ? അതെ. അപ്പൊ നിങ്ങള് എന്റെ ശരണ്യനൊക്കെ ഇത്ര അധികം സ്നേഹിക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം. കാരണം കമന്റ് വായിക്കുമ്പോ അതറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ശരണ്യ ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ചക്ക വേവിക്കാൻ പോവുകയാണ്. സാധാരണ ശരണ്യയുടെ ഒക്കെ നാട്ടിലെ സ്ഥിരം അല്ലേ ചക്ക ഉള്ളപ്പോ സ്ഥിരം ഐറ്റാണ്. അപ്പൊ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ. നമുക്ക് ചക്കയൊക്കെ കുറവാണ്. ഉണ്ട്, അപൂർവമായിട്ടൊക്കെ ഉണ്ട്, കുറവാണ്. അപ്പൊ നമ്മൾ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. അതെ. അപ്പൊ ആ കൂട്ടുകാരെ, നമ്മൾ അടുക്കളയിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ? അപ്പൊ ഇത് അരിയാനാണെങ്കിൽ ഇത് പൊളിക്കണം. അപ്പൊ പതിവ് പോലെ നമുക്ക് അച്ഛനെ തന്നെ ഏൽപ്പിച്ചേക്കാം അല്ലെ? ഇത് ഇച്ചിരി പശയൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അച്ഛനെ തന്നെ ഏൽപ്പിച്ചേക്കാം. അപ്പൊ ഇതിലേക്ക് പോയാലോ? ശരി കൂട്ടുകാരെ, ഇതേ കണ്ട അതെ അച്ഛനും അമ്മയും ശരണ്യം കൂടി ഇതേ കണ്ട ചക്ക മുറിച്ചോണ്ടിരിക്കുകയാണ്. ആ തിരക്കിലാണ്. ആണ്, നേരാണ്. ഇത് എന്താണ് അച്ഛാ? അത് പോയല്ലേ, അതിന്റെ വായൊക്കെ പോയി. പിന്നെ ഇപ്പൊ കൂട്ടുകാരെ, ഇവിടെ വന്നിട്ട് കണ്ടത് അച്ഛനെ അമ്മേനെ 2-3 വീഡിയോയിൽ ഇല്ലായിരുന്നല്ലോ. ഞങ്ങള് ചങ്ങനാശ്ശേരിയിലായ കാരണം അച്ഛന് ഭയങ്കര മുറിച്ചാലല്ലേ അറിയാവുള്ളൂ. കൈ ശരണ്യ കൈ മാറ്റിക്കേ. ശരണ്യ ശരണ്യ ചക്കയുള്ള നാട്ടിലെല്ലാം ഞാൻ ഇപ്പൊ കൂട്ടുകാരെ ഇത് കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളി ചക്കയാണ്. ചെറിയ ചെനപ്പുള്ള ചക്ക അല്ലേ? അതെ. ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കും. അമ്മ നമ്മുടെ കൂട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? കുറച്ച് ദിവസം ആയില്ലേ കൂട്ടുകാരുമായിട്ടൊക്കെ കണ്ടിട്ട്? ചക്കപ്പുഴുക്ക്. അപ്പൊ അതെ ശരണ്യ അതിൽ നിന്ന് ഒരെണ്ണം ആദ്യം തന്നെയൊക്കെ എടുത്ത് അതെ അമ്മക്കും കൊടുത്തു. അതെ അതിന്റെ വാണി അതിന് എന്താണ് മറ്റുള്ള നാട്ടിലൊക്കെ പറയുന്നറിയാമല്ലോ. ആണോ? ഇതുകൊണ്ടോ? നമുക്കറിയാമല്ലോ കേട്ടോ. നേരെ നമ്മളിവിടെ നമുക്കിവിടെ ചക്ക കിട്ടിയാൽ നമ്മള് പഴുപ്പിച്ച് തിന്നിയാണ്. അങ്ങനെ അമ്മയും മകളും കൂടി ഇത് അച്ഛൻ കയ്യിൽ എണ്ണയൊക്കെ തേച്ച് കയ്യെ പിടിക്കാതിരിക്കാൻ ഞങ്ങള് തുടങ്ങി. മണ്ണെണ്ണ ഈ മണ്ണെണ്ണ ചെയ്ത് ഫുഡ് ആയിട്ടല്ലേ തിന്നണ്ടേ? എന്റെ അപ്പൊ അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഈ ഫുഡ് ഐറ്റത്തിൽ മണ്ണെണ്ണ തേക്കാനാ? അതെന്താണെന്നറിയാവോ ശരണ്യ? ഇതെല്ലാം അടത്തിയതിന് ശേഷം കയ്യേലും അത് ഉപയോഗം കഴിഞ്ഞിട്ട്. ഞാനോർത്ത്
ഉപയോഗിക്കും. അപ്പൊ അച്ഛനത് സമ്മതിച്ചും കൊടുക്കും. അച്ഛനൊന്നും അറിയാൻ പറ്റില്ല. അച്ഛനെ ആ ശരിയാണ്. പൊട്ട് വിളഞ്ഞ് നോക്കിയതാ. ശരണ്യ എന്ത് പറയണോ അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്ത അച്ഛൻ. നിങ്ങള് ചങ്ങനാശ്ശേരിയുള്ള ആരെല്ലാം വേണം വിളിച്ചു ചോദിച്ചോ? ശരണ്യ അത് ശരി. എന്റെ ചേച്ചിയുടെ മക്കളൊക്കെ ഈ പിച്ചാത്തിയിലൊക്കെ മണ്ണെണ്ണ തേക്കണ കണ്ടിട്ടുണ്ട്. എന്റെ ദൈവമേ, നമുക്ക് ഈ വെളിച്ചെണ്ണ തേച്ച് പിച്ചാത്തിയ മണ്ണെണ്ണ തേക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് ഇത് വെട്ടി കഴിയുമ്പോ എല്ലാം കഴിയുമ്പോ അപ്പൊ അതെ ഇങ്ങനെ അതെ ഇവരെല്ലാം അടത്തിയൊക്കെ ഇടണുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് അരിയണല്ലേ ഇത് അടത്തി കഴിഞ്ഞ്. അച്ഛനാണോ കിട്ടിയിരിക്കണം? ആണാണ്. ഏതായാലും കണ്ട കൂട്ടുകാരെ നല്ല അടിപൊളി ചക്കയാണ്. സൂപ്പർ ചക്കയാണ്. ചെറിയ ചക്കയാണെങ്കിൽ ഇഷ്ടം പോലെ ചോളയൊക്കെ ഉള്ള ചക്കയാണ്. നല്ലതാണ്. അപ്പൊ ഇനി ഇതെല്ലാം അച്ഛനെ അത് അടത്തിയെങ്കിൽ കുരു കളഞ്ഞുകൂടും. അപ്പൊ അമ്മയും ശരണ്യയും കൂടി അരിഞ്ഞോളൂ. അല്ല അത് കുരു പെട്ടെന്ന് അടത്തി കൊടുത്തെന്നാ അമ്മയും ശരണ്യയും കൂടി പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞെടുക്കും. നമുക്കങ്ങോട്ട് ചക്കപ്പുഴുക്ക് അങ്ങോട്ട് അടിപൊളിയായിട്ട് തിന്നാൻ. കണ്ട അപ്പൊ നമുക്കേ അടിപൊളിയായിട്ട് കഴിക്കാന്നേ. എല്ലാരും കൂടി അങ്ങോട്ട് ഒത്തുപിടിച്ചെന്നാ അങ്ങോട്ട് പെട്ടെന്ന് പരിപാടി തീരും. അത് നേരാണ്. വീട് ഉറങ്ങി കിടക്കുകയായിരുന്നു 3-4 ദിവസമായിട്ട്. എന്നാലും ഞങ്ങള് ശരണ്യ കേട്ടാ പറഞ്ഞ്. ഇന്ന് വരെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു ദിവസം പോലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ മാറി നിന്നിട്ടില്ലല്ലേ? മാറി നിന്നിട്ടുണ്ട്. ഞാൻ ആകപ്പാട് ഞാൻ ശബരിമലക്ക് പോയതിന്റെ ആ ഒരു മാറി നിന്നതേ ഉള്ളല്ലേ? ഒരു ദിവസം നമ്മൾ തമ്മിൽ ശരണ്യ കണ്ട അരിയല് കണ്ട. ശരണ്യ ഒരു പണിയേ ശരണ്യ അരിയണ്ട. എന്താണെന്നറിയാവാ? ശരണ്യക്ക് മറ്റേ ഇയർ ബാലൻസിന്റെ തലയിറക്കം അന്നുണ്ടായി, പിന്നെ വന്നിട്ടില്ല. എന്നാലും ശരണ്യ അല്ല എന്നാലും കുമ്പിട്ടിരുന്ന് അടിയണ്ട. ഈ കുനിഞ്ഞെന്നാലൊക്കെയാണ് ഉണ്ടാകണത് കേട്ടാ. അത് മേളി വല്ല തട്ടിന്റെ മേളിലൊക്കെ വെച്ച് അടത്തി കൊടുക്കുകയാണെങ്കിൽ അമ്മ അരിഞ്ഞോളൂ. അപ്പൊ ശരണ്യ അധികം അരിയണ്ട കേട്ടാ. അമ്മ അരിഞ്ഞോളൂ. ശരണ്യ കാണിച്ചു കൊടുത്തല്ല, അത് മതി. അങ്ങോട്ട് കൊടു. അത് തിന്ന എന്നാ ഒരു കഷ്ണം. എന്നാ ഞാൻ ഈ വീഡിയോ എടുക്കണ എനിക്ക് ഒരെണ്ണം തന്നെ ഒന്ന് ചോദിച്ചാ ശരണ്യ. അമ്മ തിന്ന അമ്മ ആണല്ലേ? പച്ചച്ചക്ക തിന്നണ നല്ല ടേസ്റ്റാണ്. ഇത് കുരുവാണോ എനിക്ക് തന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ കൂട്ടുകാരെ, ഞാൻ കൂട്ടുകാരെയും കൂടി കാണിച്ചു തരാം. ഇത് കണ്ട കുരുവേ. അച്ഛനും അരിയാൻ തുടങ്ങിയ ഇപ്പൊ. അല്ല ശരണ്യർ പറഞ്ഞിട്ട് ശരണ്യ പിന്നെയും ഇരുന്നരിയാണോ ശരണ്യ? അതെ. അല്ലല്ലേ തീർന്നില്ലേ 3 പേരുടെയും പരിപാടി? ശരണ്യ നിന്നണ്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ? അതെ 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 കണ്ട. അതെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? പിന്നെ അമ്മയാണെങ്കിൽ ഇതേ അമ്മയൊക്കെ ഇരുന്ന് കാലൊക്കെ നീട്ടി വെച്ച് ഇരുന്നിരുന്ന് വന്നപ്പോ അല്ലേ? ആണല്ലേ? വലുതാണല്ലേ?
ആ ചെറുതായോണ്ടാ ചെറുത് കുരു വലുതുമാണ് ഇതിന്റെ. ആണല്ലേ? ആഹാ. അതുകൊണ്ട് ഇച്ചിരി താമസം വരും. ഉള്ളിത്തണ്ട് പോലെ ഉള്ളു. ആ അതെ ഇതിന്റെ അകത്തുണ്ട് കണ്ട, കാണുമ്പോ അറിയാൻ പറ്റുമല്ലേ? കനം കുറവാണല്ലേ ചക്കക്ക്? ചക്ക നല്ല ടേസ്റ്റാ. ആ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്നാ ഒരു പണിയേ, നിങ്ങൾ എല്ലാരും കൂടി ഇതൊന്ന് അരിഞ്ഞൊക്കെ വെച്ചിട്ട് കാണിക്കാം അല്ലേ കൂട്ടുകാരെ? മൊത്തം അരിഞ്ഞ് കഴിയുമ്പോ കാണാം. അല്ലേ ശരണ്യ? മൊത്തം കാണിക്കാം. മൊത്തം അരിയുമ്പോ ശിജുമോയിൽ പോരി. ആ ശരി ശരി, വേണേ വന്ന് അരിഞ്ഞോ കേട്ടോ. ഞങ്ങള് വിളിക്കാം അന്നേരം. ഓക്കെ. ശരണ്യ എന്തോ എവിടം വരെ? അരിഞ്ഞു തീർന്നില്ലേ? അപ്പൊ കൂട്ടുകാരെ അരിഞ്ഞ് തീർന്ന് നമുക്ക് ഇനി വേവിക്കാൻ വെക്കാം. അരിഞ്ഞു തീർന്ന? അരിഞ്ഞ് ആ കണ്ട കൂട്ടുകാരെ, നല്ല ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലേ? ആണ്. ആ അപ്പൊ ഇനി ഇത് എങ്ങനെയാണെന്ന് ഒന്ന് കൂട്ടുകാരോട് പറ. പാത്രത്തിൽ വെച്ച് വേവിക്കാം. ഇഡലി പാത്രത്തിൽ. അപ്പൊ എന്തൊക്കെ ചേർക്കും വേവിക്കും? നമുക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി, വെള്ളം. ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളവും മതി. അപ്പൊ ഇത് പിന്നെ ബാക്കി തേങ്ങ ചെണ്ടി വേണം. ആണല്ലേ? അരിഞ്ഞാൻ തന്നെ അല്ല അമ്മ. അമ്മേനെ കൊണ്ട് നമുക്ക് തേങ്ങ ചിരണ്ടിക്കാം. അപ്പൊ ഈ നേരത്ത് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം അല്ലേ? ശരണ്യ എന്നാണ് നിങ്ങൾ രണ്ടുപേരും കൂടി പറയും? പൊളിച്ച മീനിന് കല്ലിട്ട് തേക്കണം. അമ്മ മീൻവെട്ടിയായിരുന്നല്ലേ? മീൻവെട്ടിയായിരുന്നു. ശരണ്യക്ക് ഇയർ ബാലൻസിന്റെ ഇതുള്ളതുകൊണ്ട് അമ്മയാണ് മീൻവെട്ടി. കണ്ണിയായില്ല. അത് വേണ്ട കണ്ണിയായില്ല. അമ്മ പൊളിച്ചാണ് എടുത്തത്, തേക്കിയല്ല അല്ലേ? നമ്മള് തേക്കാറില്ല, പൊളിച്ചേ എടുക്കാറുള്ളല്ലേ? പൊളിക്കാനാണ് എളുപ്പം. ആ അതേ കണ്ട, അങ്ങനെ പൊളിച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. ശരണ്യ എന്നാണ് ചെയ്യാൻ പോകുന്നത്? ചക്ക വേവിക്കാൻ വെക്കാൻ പോയി. അപ്പൊ എന്നാ നമുക്ക് ചക്ക വേവിക്കണ വീഡിയോയിലേക്ക് പോയേക്കാം. അമ്മക്ക് വായി വെച്ച് കൊടുക്കണം ചക്ക അല്ലേ? അത് കാരണം വെച്ച് കൊടുക്കുക. അപ്പൊ ഇത് ചക്ക വേവിക്കാനായിട്ട് ശരണ്യ കുടഞ്ഞിട്ടണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇനി ഇത് ഇച്ചിരി എന്നാക്കിടണമെന്ന് പറഞ്ഞോളൂ. ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി വെള്ളം, എന്നിട്ട് വേവിക്കാൻ വെക്കണം. ശരണ്യ ഇച്ചിരി മഞ്ഞപ്പൊടി ഇതിലായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നാണ് അല്ലേ? ഇടും. അപ്പം അങ്ങനെ ഇച്ചിരി ഉപ്പ് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ. അടി പിടിക്കാതിരിക്കാനല്ലേ? അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു സ്വല്പം എണ്ണയും ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ശരണ്യ ഇച്ചിരി വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ടല്ലേ? അങ്ങനെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലേ? ഇളക്കിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ശരി ശരി, ഒന്ന് വേകട്ടെ. അച്ഛൻ വന്നോണ്ടാണ് ഇവിടെ അച്ഛൻ്റെ വന്നാണ്. അച്ഛൻ വെള്ളയൊക്കെ ഇട്ടുണ്ടാണല്ലോ. ഗേറ്റൊക്കെ അത് അടക്കാം, ഞാൻ അടച്ചോളാം. പിന്നെ ഇന്നിനി ഒരു ചടങ്ങ് കൂടിയുണ്ടല്ലേ? ചക്ക വെന്തില്ല അച്ഛൻ, വേവിക്കാൻ വെച്ചതേ ഉള്ളൂ. അതെ ഞാനതെ അച്ഛൻ വീണ്ടും അടുത്തടുത്തേക്ക് പോകാനായിട്ട് പോകുന്നു. അപ്പൊ പോയിട്ട് വാ. വെള്ളം എടുത്ത് കൊടുത്തരാമേ, നേരാണ് ഇപ്പൊ ഈ ചൂടിന്. അങ്ങനെ ഒരു കുപ്പി വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടല്ലേ? എന്നാണ് ശരണ്യ? എന്താ എന്താണ് ശരണ്യ കുറെ ഹോൺ അടിക്കുന്നത്? മീൻകാരൻ ചേട്ടനാണല്ലേ? ഇഷ്ടംപോലെ മീനുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ അച്ഛൻ്റെ. ശരി പോയിട്ട് വാ. കൂട്ടുകാരെ, നമ്മുടെ അമ്മ ഇതിനായിട്ട് തേങ്ങാ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. തുറന്നാ?
ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലേ? നല്ല മണം വരുന്നില്ലേ? ആ അതെ അതെ, അത് അടിപൊളിയാണ് കേട്ടാ. അപ്പൊ ഇനി എന്നാക്കെയാണ് ഇതിൽ ചേർക്കേണ്ട ഒന്ന് കൂട്ടുകാരോട് പറഞ്ഞ. അതിന് വേണ്ടിയത് വേപ്പില വേണം, വെളുത്തുള്ളി വേണം, ചുമന്നുള്ളി വേണം, പച്ചമുളക് വേണം, പിന്നെ ജീരകവും, ഇച്ചിരി കുരുമുളക് പൊടി. പിന്നെ ഈ അമ്മ തേങ്ങ ചേരുണ്ടാണോ? തേങ്ങായും വേണം. അപ്പൊ ഇതെല്ലാം ഞാൻ ചതച്ചോണ്ട് വരാം. അപ്പൊ ഇതെല്ലാം നമുക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ അച്ഛൻ ഒരിടം പോയ കാരണം ഇനി ബാക്കി വീഡിയോയിൽ നമ്മുടെ അമ്മ മാത്രമേ ഉള്ളു. അപ്പൊ തേങ്ങ ചേരണ്ടി തന്നമ്മ. ഇനി ഇതന്നെ അരക്കണം, ചതച്ചെടുക്കണം. അതിനെന്നാണ് അത് അടപ്പ് തുറന്ന്? ജീരകം അല്ലേ? ശരി, അങ്ങനെ 2-3 അരി ജീരകം ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് ഇട്ട് ഒന്ന് ചതച്ചണ്ട് വരട്ടെ അല്ലേ? എന്നാണ് പറഞ്ഞത്? ഞാൻ കേട്ടില്ല, കൂട്ടുകാരോടും പറ. അത് വെട്ടിയെടുക്കണം, വെട്ടിയിട്ട് ചീവണം, ചീവിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുഴക്കും. ഞാനേ എപ്പോഴും ശരണ്യെന്ന് വിളിച്ചണ്ടല്ലേ വന്നത്. അത് ശരണ്യ എന്തോ പറഞ്ഞോണ്ടിരിക്കണോണ്ടാണ് ഞാൻ പുറകിൽ നിന്ന് ക്യാമറ അപ്പൊ അരച്ചത് കാണിച്ചില്ല. അരച്ചത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടോണ്ടാ. ഇനി ഇത് കുഴക്കണം. ഇങ്ങനെ ഇതുമേ വെച്ചാണല്ലേ കുഴക്കാൻ പോണത്. ഒരു ഫോൺ വന്നു പോയി, നോക്കട്ടെ. ശരണ്യ അതെ കുഴച്ചണ്ടിരിക്കുകയാണല്ലേ? അമ്മ എന്നടിക്കണമ്മ? ഞാൻ അരക്കാൻ പോണു, മീൻ കറിക്ക് അരക്കാൻ. ശരണ്യ അതെ കുഴച്ചണ്ടിരിക്കണം, കണ്ട ഇങ്ങനെ കുഴച്ച് മറിച്ചണ്ടിരിക്കുകയാണ്. എന്നാണ്? കുരുമുളക് പൊടി അതൊക്കെ ചേർക്കണല്ലേ? അങ്ങനെ അമ്മ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ശരണ്യ അത് കുഴച്ചണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്കൊന്നും കൂടി അടുപ്പേ വെക്കണം. ആണോ? ചൂടാണ്. അപ്പൊ റെഡിയാകട്ടെ അല്ലേ? അരപ്പ് വെച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് വേഗം വെക്കാം. അരപ്പ് ഒന്ന് പിടിക്കാൻ വേണ്ടിയാ അങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് വെക്കണം. ആകട്ടെ അല്ലേ? അങ്ങനെ ശരണ്യത ഒരു ചട്ടിയൊക്കെ വെച്ച് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കാൻ പോവുകയാണ് തോന്നുന്ന അല്ലേ? ആണോ? കടുക് മാത്രം ഇട്ട് വെറുതെ വെക്കുകയാണ്. വേപ്പില അങ്ങനെ വേപ്പില ഇട്ടിട്ടുണ്ട്. ശരണ്യ ഒത്തിരി ദൂരെ മാറി നിൽക്കുകയാണ്. അപ്പൊ ഇനി ഇതൊന്ന് അതിലായിട്ട് ഒഴിക്കണം അല്ലേ? അതെ, തീ അത് നന്നായിട്ട് പിടി. ആ തുണി പിടിക്കുമ്പോ കറക്റ്റായിട്ട് പിടിയാ, അല്ലെങ്കിൽ അതെ തീ കയറി പിടിക്കും കേട്ടാ. അതെ, അമ്മ വന്നു. ശരണ്യ ഇച്ചിരി സൂക്ഷിക്കണം കേട്ടാ, ശരണ്യൊക്കെ ശ്രദ്ധക്കുറവുണ്ട് കേട്ടാ. ആ തുണി താഴത്തായിട്ട് കിടന്നാലുണ്ടല്ലോ ശരണ്യ, ആ തുണിയെ തീ കയറി പിടിക്കും. തുറയുന്നില്ലേ അമ്മ? കണ്ട? അപ്പോഴാണ് ശരണ്യ ശ്രമിക്കണത്, വന്നില്ല. അതാണ്. കണ്ട കൂട്ടുകാരെ, ഇങ്ങനെ വെന്തിട്ടൊക്കെ ഉണ്ട്, വെന്ത് നന്നായിട്ടൊക്കെ കുഴഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, അതിൻ്റെ അകത്ത് ആകുമ്പോ നമുക്ക് നന്നായിട്ട് സൂം ചെയ്ത് മുഖം മുട്ടും കേട്ടോ. ശരണ്യ മാറുന്നില്ല. ശരണ്യ ഇതൊന്ന് എടുത്ത് അങ്ങോട്ട് ഇട്ടേരമ്മ. മമ്മയുടെ പാത്ര. ഈ പാത്ര. അങ്ങനെ ശരണ്യക്ക് മമ്മയുടെ പാത്രമൊക്കെ എടുത്ത് കൊടുത്തു അല്ലേ? ഓരോ പാത്രത്തിനും പേരൊക്കെ കേട്ടാ അല്ലേ? ഓർത്തതാണ്. അപ്പോൾ അത് അമ്മ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മ അതിലായിട്ട് ഇട്ടോണ്ടിരിക്കുകയാണ്. കണ്ട? അങ്ങനെ ചക്ക കുഴച്ചതാണ്. അതെ അതെ, ശരിയാണ്. ശരണ്യയുടെ കൈ പൊള്ളും. ശരണ്യ എത്തി വലിഞ്ഞൊക്കെ നോക്കണം കണ്ട അവിടെ നിന്ന് അല്ലേ ശരണ്യ? പിന്നെ സൂപ്പറാ. ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട്,
ഏത് വീഡിയോയിലും ഞാൻ പറയും അത് തിന്നിയല ഇത് തിന്നിയലെന്ന്. പക്ഷെ ഇത് തിന്നിയലെന്ന് ഞാൻ പറയല കേട്ടാ ശരണി. പിന്നെ പോവല്ല. ഇത് ഞാൻ കഴിക്കും അല്ലേ? ആണ്. അങ്ങനെ ചക്ക വേവിച്ചത് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അതിന് മൊത്തം കോരിട്ടിട്ട് കൂട്ടുകാരെ കാണിച്ചത്. അതെ. അപ്പൊ കൂട്ടുകാരെ ചക്കയെല്ലാം വേവിച്ച് ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇത്രയും കണ്ട ചക്ക വേവിച്ചതൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ടൊക്കെ വേവിച്ച് വെച്ചിരിക്കുകയാണല്ലേ? അതെ. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഒരു കാര്യം ശരണ്യ മറന്നു, ഒത്തിരി പേര് ഹായ് പറയണം, ബർത്ത്ഡേ ആശംസകൾ പറയണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാം ഞാൻ മറന്നും പോയി. ശരണ്യ ഓർത്തിരിപ്പുണ്ടാ? ചേച്ചിയോ ആരോ ആ പേരൊക്കെ മറന്നുപോയി. എൻ്റെ പൊന്ന് കൂട്ടുകാരെ എല്ലാവർക്കും ഒരു പിണക്കം ഉണ്ടാകരുത്. ഹായ്. അതെ. പിന്നെ അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ അടുത്ത വീഡിയോക്ക് വരെ ബൈ.